കർണാടക ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ സെൽഫി എടുക്കുന്നതിനിടെ കാട്ടാന ആക്രമിച്ച സംഭവത്തിൽ ആനയെ പ്രകോപിപ്പിച്ച സഞ്ചാരിക്ക് പിഴ 25,000 രൂപയാണ് കർണാടക വനം വകുപ്പ് പിഴയിട്ടത്. ആനയുടെ ആക്രമണത്തിൽ ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. നിഖിൽ, ഈ ദൃശ്യങ്ങൾ എന്തായാലും ഇയാൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ദൃശ്യങ്ങൾ കണ്ട അയാൾ 25,000 അല്ല, വേണമെങ്കിൽ 50,000 രൂപ പിഴ കൊടുക്കാൻ തയ്യാറാവും. കാര്യം അത്രത്തോളം തലനാരിഴക്കൊന്നും പറഞ്ഞാൽ പോരാ, അത്രത്തോളം കഷ്ടിച്ചുള്ള രക്ഷപ്പെടലായിരുന്നു. 25,000 രൂപ പിഴ ഒരു വലിയ പിഴയല്ല നിഖിൽ. സംഭവിച്ചത് ഇതാണ്. അദ്ദേഹം തന്നെ എന്നൊരു വീഡിയോ വനവകുപ്പിന് നൽകുകയും അത് നമ്മൾ പുറത്തുവിടുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരവേ ആനയെ കണ്ടപ്പോൾ ആനയ്ക്കൊപ്പം ഒരു സെൽഫി എടുത്ത് ഒരു റീലാക്കാം എന്ന് കരുതുകയും ആനയുടെ വളരെ അരികിലേക്ക് വരെ അദ്ദേഹം പോകുന്നുമുണ്ട്. പെട്ടെന്ന് ഈ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആന കരുതിയത് തന്നെ ആക്രമിക്കാൻ വരികയാണെന്നാണ്. തുടർന്ന് പ്രകോപിതനായ ആന ഇയാളെ ലക്ഷ്യം വിട്ട് തന്നെ ഇയാളുടെ പുറകെ ഓടുന്നതും ഒടുവിൽ ഇയാൾ ആനയുടെ കാലിനരികിലേക്ക് വീഴുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആന തന്നെ അത് ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ മടങ്ങിപ്പോയതെന്നുള്ള കാര്യം അറിയില്ല. വളരെ അറഗന്റായി ഇയാളുടെ പുറകെ തന്നെ ആ ആന പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് നടന്ന ഉടനെ തന്നെ നേരിയ പരിക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും പ്രാഥമിക ചികിത്സ തേടി നേരെ മൈസൂരിലെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇദ്ദേഹം ചെയ്തത്. മൊബൈൽ ഫോണെല്ലാം അദ്ദേഹം സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയായിരുന്നു. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇയാളെ കണ്ടെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ. അവർ കണ്ടെത്തി. ഇപ്പോൾ 25,000 രൂപ പിഴയിട്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം.